ഘട്ടങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്ന് വിട്ടുപോയത് ഈ മാരാരിക്കുളം അട്ടിമറി മലമ്പുഴയിൽ ആവർത്തിക്കാൻ ഒരു ശ്രമം നടന്നതിനെക്കുറിച്ച് വി എസിനെ നേരിട്ട് കണ്ട് എനിക്കിങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട്, ഇന്ന പോക്കറ്റുകളിൽ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഞാനാണ്. അന്ന് എന്നോട് ചോദിച്ച ചോദ്യം താൻ എങ്ങനെ അങ്ങനെ പറയും എന്നാണ്. എന്നിട്ട് കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു നാളെ കാണാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം റെസ്റ്റ് ഹൗസിലെ മുറിയിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ഞാൻ കൃഷ്ണദാസിനെയും പ്രഭാകരനെയും ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം പരിഹരിക്കും. അവസാനം ഫലം വന്നതെന്ന് വീണ്ടും എന്നെ വിളിച്ചു. ഈ 4000 സംതിങ് വോട്ടിന് മാത്രം ജയിച്ചപ്പോൾ വിളിച്ച് മണിയെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫോൺ കൊടുത്ത് മണിസാറുമായിട്ട് 10 മിനിറ്റ് സംസാരിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ വാചകം ഞാനല്ലേ ജയിച്ചത്, സതീശനാണ് ജയിച്ചതെന്നാണ് തുടക്കം. ആ സംഭവത്തെക്കുറിച്ച്, അതായത് മലമ്പുഴയുടെ ചരിത്രത്തിൽ വി കൃഷ്ണദാസ് ആയാലും നയനാരായാലും അവരാരും ശിവദാസ മേനോനടക്കം 20,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് വി എസിനെ പോലൊരു ലീഡർക്ക് എങ്ങനെ ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായി? 2001 നിങ്ങൾ ഈ പറയുന്നത്. 2001 വെറും 40 സീറ്റ് മാത്രമേ LDF ജയിക്കാൻ സാധിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലും നമുക്ക് വോട്ട് കുറഞ്ഞു, എല്ലാവിടെയും വോട്ട് കുറഞ്ഞു. മലപ്പുഴയേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലമായിരുന്നു തലശ്ശേരി. തലശ്ശേരിയിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള പൊറകോട്ടിടിയുടെ ഭാഗമല്ലാത്ത വിധത്തിൽ മലമ്പുഴയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, 2001 ആദ്യം വി എസ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ മാരാരിക്കുളത്തിൻ്റെ തുടർച്ചയാണ്. പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം, ഞാനന്ന് MP ആണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പിണറായി അന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സൂക്ഷ്മമായി ശ്രദ്ധിക്കണം, അവിടെ ഒരു കയ്യബദ്ധം വരരുത്, വി എസ് ജയിക്കണം എന്നുള്ളത് കൊണ്ടാണ് മലമ്പുഴ നിശ്ചയിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു അതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത്. സൂക്ഷ്മമായിട്ട് തന്നെയാണ് നമ്മൾ നോക്കിയത്. പിന്നെ അന്ന് പൊതുവിലുള്ള രാഷ്ട്രീയത്തിൻ്റെ 2001 തെരഞ്ഞെടുപ്പിൽ നമുക്ക് 100 സീറ്റ് UDF ജയിച്ചു, നമുക്ക് 40 ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ജയിച്ച മണ്ഡലങ്ങളിൽ തന്നെ പൊതുവിൽ വോട്ട് കുറഞ്ഞു. അതിൻ്റെ ഉദാഹരണം ഞാൻ തലശ്ശേരിയിലത്തെ പറഞ്ഞു. അതൊഴിച്ചാൽ മറ്റെന്തെങ്കിലും ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ വി എസിനെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പറഞ്ഞതിൽ വി എസിനെ തോൽപ്പിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു പരിശ്രമം ചില ശക്തികൾ നടത്തിയത് 2006 അപ്പോഴായിരുന്നല്ലോ നമ്മൾ മുഖ്യമന്ത്രി വി എസ്, അതായത് വി എസ് മുഖ്യമന്ത്രി ആവുന്നതിലായിരുന്നു ചിലർക്കുണ്ടായിരുന്ന ഭയം. അപ്പോൾ 2006 ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വി എസിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടം ചില എല്ലാ ശക്തികളും ഒന്നിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ മാഫിയകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവര് എന്നോട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞത്, അത് ഇവിടുത്തുകാരനല്ല, സതീശൻ, അതെ, എന്നോട് പറഞ്ഞത് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു, പണം കിട്ടിയില്ല. അയാൾക്ക് അപരിചിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പണം വന്നു. അപ്പോൾ ഈ ശക്തികളൊക്കെ പണമാണ്, അത് സതീശന് കൊടുത്തിട്ടുള്ള പണമല്ല, വി എസിന് എതിരായിട്ടുള്ള പണം, തോൽപ്പിക്കാനുള്ള പണമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങനത്തെ ഒരു നീക്കം നടത്തി. അപ്പോഴാണ് ആ സമയത്താണ് പലരും ഞങ്ങളോട് ജാഗ്രതപ്പെടുത്തി എങ്ങനെ നീക്കേണ്ടതെന്നൊക്കെ. അന്ന് 216 ബൂത്താണ് മലമ്പുഴ മണ്ഡലത്തിൽ. ഇപ്പോൾ അത് 246 എത്രയായി. ഈ 216 ബൂത്ത് യോഗങ്ങളും ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു. സഖാക്കളോട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വ്രതനിഷ്ഠ പോലെ ഉറങ്ങാതെ കാത്തു നിൽക്കും. ഒരു കരിയില ഇളകുന്ന ശബ്ദം കേട്ടാൽ സംശയത്തോടു കൂടി ഞങ്ങൾ ആ കരിയിലയുടെ അടിയിൽ വല്ലതുണ്ടോ എന്ന് നോക്കും. സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ നോക്കും. ഒരു കയ്യബദ്ധവും വരാൻ സമ്മതിക്കില്ല എന്ന് ഓരോ യോഗത്തിലും ഞങ്ങൾക്ക് അവർ ഉറപ്പ് തന്നിരുന്നു. 2001 മുതൽ 4 തെരഞ്ഞെടുപ്പിലാണല്ലോ വി എസ് മലമ്പുഴയിൽ മത്സരിച്ചത്. പക്ഷേ ആ 4 തെരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വി എസിൻ്റെ വോട്ടിൻ്റെ ഓഹരിയും ഭൂരിപക്ഷവും വർദ്ധിച്ചുകൊണ്ടേ